We are in the beautiful backwaters of Kollam. This was once considered an impregnable red fortress. But in December 2025, the Kollam Corporation was swept by the UDF, and that has put the LDF under intense pressure. Add to that the resentment in the cashew sector. All this seems to be signaling a deep urban anti incumbency. Then there is the RSP struggle for survival and also rising BJP in several pockets, turning traditional two-way contest into an unpredictable triangular contest. We are here in Kochi and I am here with a couple, Ravindran and Seema. Election எப்படி போயிட்டு இருக்கு? யார் முன்னுக்கு இருக்காங்க? ഇവിടെ ജോയി ജയിക്കും, ഉറപ്പാണ്. 100%. ദീപക് ജോയി ജയിച്ചിരിക്കും, 100% ഉറപ്പാണ്. And കേരളത്തിൽ മൊത്തமாக பார்த்தா കേരളത്തിൽ UDF ഭരിക്കും. എതിനാല LDF വേണ്ടാം? LDF വേണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് അറിയാമല്ല. ആകെ പട്ടിണിപ്പാടായി ജനങ്ങൾ മൊത്തം. അത് തന്നെ മെയിൻ കാര്യം. நாங்கள் நிறைய வெல்ஃபேர் பண்ணியிருக்கோம், பென்ஷன்ஸ் கொடுக்குறோம் அப்படிங்கிறாங்க இல்லையா? അതൊക്കെ ഇപ്പം എത്ര പേര് ഇത്ര മാസം കൊടുക്കാത്തത്? ഇപ്പം ഈ അവസാന സമയത്ത് മാത്രം വന്നിട്ട് ഇത് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അല്ലാതെ ജനങ്ങൾ നിരയിക്കണമെന്ന് ആരെങ്കിലും അറിയണ്ട. ഇവർക്കൊക്കെ അവിടെ പോയിരുന്ന് അങ്ങോട്ട് ഭരിച്ചാൽ മതി. ജനങ്ങളുടെ പാവപ്പെട്ട ഓരോ ആൾക്കാരുടെ കാര്യം. ആശുപത്രി മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഞാൻ RCC ആശുപത്രിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ ചെന്നപ്പോഴേ മരുന്നില്ല, പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കണമെന്ന് പറഞ്ഞതാണ് ഈ അപ്പോൾ അതൊക്കെ വിഷമുള്ള കാര്യം തന്നെ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോണേ ഞാൻ പറയണേ. അപ്പോൾ ഇതുപോലെയുള്ള ഭരണമൊക്കെ കാഴ്ച വെച്ചിട്ട് എന്തിനാണ് കുറേ ക്യാൻസർ എത്ര ഒരെണ്ണം അപ്പുറത്ത് കിടന്നാണ്, ഒരെണ്ണം ഇപ്പുറത്ത് കിടന്നാണ്. എത്ര പേരാ ചാകണം? RCCയിൽ ഇപ്പോൾ ഒന്ന് പോയി നോക്ക്. RCC ആശുപത്രിയില്ലേ തിരുവനന്തപുരം, അവിടെ ഞാൻ കിടന്നു വെച്ചതാണ് ചാകാൻ. ഇപ്പൊ അത് ഓക്കെ ആയി. കുട്ടി ഉங்க பொண்ணு வந்து டாக்டரா? ഡോക്ടറായി. എന്ന് വെച്ചാൽ അതൊക്കെ കഷ്ടപ്പാടെന്ന് പറയാം. ഇത് വെള്ളത്തിൽ കിടന്ന് മുങ്ങിയും ഈ രാത്രിയും പകലും ഇല്ലാണ്ടൊക്കെ ആണ് ഇത്ര വരെ എത്തിച്ചത്. രണ്ടാമത് ഡിഗ്രിക്ക് പഠിക്കണ്. நீங்க என்ன நினைக்கிறீங்க? தேர்தலில் என்ன ஆகணும்னு நினைக்கிறீங்க? தேர்தலில் என்ன எதிர்பார்ப்பு உங்க லைஃப்பை பொறுத்த வரைக்கும்? வாட் டு யூ வாண்ட்? എതിർപ്പാർക്ക് കുഴന്തകളെ പറ്റി ചൊല്ലുക. കുഴന്തകൾ എനിക്ക് പറ്റാത്ത എൻ്റെ മക്കൾക്ക് സാധിച്ചു. അത് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ മക്കളെ നല്ല ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. പിന്നെ പഠിച്ചില്ല, കുട്ടികളായി. അപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹമായിരുന്നു. ഒരാൾ അപ്പോൾ എന്നോട് 10ലായപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഡോക്ടർ ആകണമെന്ന് പറഞ്ഞപ്പോൾ വിട്ട് അങ്ങനെ പഠിച്ച് ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ PG ചെയ്യണം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ. രണ്ടാമത്തെ ആൾക്ക് മെഡിസിന് പോകണ്ട, എനിക്ക് സ്പേസിൻ്റെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ +2 നല്ല മാർക്ക് വാങ്ങിച്ച് ഡിഗ്രി ഫിസിക്സ് എടുത്ത് இப்போ. ஆனால் அது படிப்புக்கெல்லாம் நாங்கள் ஹெல்ப் பண்ணுறோங்கிறார் இல்லையா LDF? இப்போ இவர் പിണറായി വിജയൻ അവരോട് ഹെൽപ്പിനാല ഇല്ലയാ? ടെക്സ്റ്റ് ബുക്കെല്ലാം നല്ല വരുത് അതൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു. പക്ഷെ ഏകദേശം മുങ്ങിക്കൊണ്ടിരിക്കണേണ് ഇപ്പം ഗവൺമെൻറ്, ഏകദേശം മുങ്ങിക്കൊണ്ടിരിക്കണേ. ഇനിയും ശരിക്കും അവർ തന്നെ വരണം. കാരണം ഈ മുങ്ങിയിരിക്കണേ ഇനി അവരെങ്ങനെ പൊക്കിയെടുക്കണമെന്ന് അവർക്ക് പോലും അറിയില്ല. അടുത്ത ടീം കയറിയാലും ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. So this couple certainly supporters of the UDF, and they are hoping that after 10 years of LDF rule, they will be able to see UDF rule once again.